വിജനമായൊരു സഞ്ചാരപാത. നിഗൂഢതകളിലേക്ക് നീങ്ങുന്ന ഈ സഞ്ചാരപാതയുടെ അവസാനം പഴയ ബ്രിട്ടീഷുകാരുടെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പഴയ ബംഗ്ലാവ്. കാടിൻ്റെ അന്തരംഗത്തിൽ ഭയാനകം സൃഷ്ടിക്കുന്ന അന്തരീക്ഷങ്ങൾ മാത്രം. സ്കൈ വാക്കിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ നമുക്ക് ചുറ്റിലും കാണുന്നത് ഭയാനകമായ കാടിൻ്റെ അന്തരീക്ഷം മാത്രം. മരത്തിൻ്റെ ഏതെങ്കിലും ഒരു ചില്ല ഒടിഞ്ഞ് താഴേക്ക് പതിച്ചാൽ മനസ്സിൻ്റെ അന്തരംഗത്തിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു പ്രതീതി. ഈ സഞ്ചാരപാതയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഇടതൂർന്നു നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങളും പിന്നെ വിവിധതരം പക്ഷികളുടെ ചിലമ്പുലികളും മാത്രം. പഴയ ഹൊറർ സിനിമയെ ഓർമ്മിപ്പിക്കും വിധം അവിടെവിടെ വവ്വാലിൻ്റെ സൗണ്ടുകളും നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ സ്കൈ വാക്കും കഴിഞ്ഞ് ഉണങ്ങിയ ഇലകൾ വീണടക്കുന്ന സഞ്ചാരപാതയിലൂടെ നേരത്തെ പറഞ്ഞ ബംഗ്ലാവിനടുത്തേക്ക് ഞങ്ങൾ എത്താറായി. കാടിനകത്ത് വിജനമായൊരു പ്രദേശത്ത് ഒരു പഴയൊരു ബംഗ്ലാവ്. നോട്ടത്തിൽ കണ്ടാൽ പഴയ ബ്രിട്ടീഷുകാരുടെ ആത്മാക്കൾ വിഹരിക്കുന്ന സ്ഥലമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും ഈ സ്ഥലം കണ്ടാൽ. അകത്തു കയറുമ്പോഴും അതേ പ്രതീതി. ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതേതാ സ്ഥലം എന്നുള്ളത്. മലപ്പുറം നിലമ്പൂരിൽ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കനോലി പ്ലോട്ടിന് തൊട്ടടുത്തുള്ള ബംഗ്ലാക്കുന്ന്. ബ്രിട്ടീഷ് ഭരണകാലത്തെ DFOയുടെ ബംഗ്ലാവായിരുന്നു ഇത്. ഇന്നിതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ചുറ്റും കാടും പക്ഷികളുടെ ചിലച്ചിലും മാത്രമുള്ള ഈ സ്ഥലം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. അപ്പോൾ സ്ഥലം മറക്കേണ്ട നിലമ്പൂരിലെ ചന്തക്കുന്ന്.